ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. അതായത് റാഗിയും അതുപോലെ തന്നെ ചെറുപയറും വെച്ചിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ 1 കപ്പ് റാഗി എടുത്തിട്ടുണ്ട്. അതേപോലെ സെയിം അളവിൽ തന്നെ 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് കൊണ്ടുവരണം. അപ്പോൾ ഞാനൊരു 4-5 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. അഴുക്കൊന്നും വല്ലാതൊന്നും ഇല്ല, എന്നാലും 4-5 പ്രാവശ്യമൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 8 മണിക്കൂറോളം കുതിരാൻ വെക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഞാനിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് രാത്രി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കാണ്. ഇനി നമുക്കിത് ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ട് അരച്ചെടുക്കാം. നിങ്ങൾക്കിത് രാത്രിയാണോ കഴിക്കാൻ വേണ്ടതെങ്കിൽ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ഞാനിപ്പോൾ ഇത് രാവിലത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നത്. ഇനി ഇതാവുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള ചട്നി റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 4-5 കാശ്മീരി ചില്ലിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. എരിവെള്ള മുളകാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത് ചേർത്ത് കൊടുത്താൽ മതി. ഇതാകുമ്പോൾ നല്ലോണം കുറച്ച് കളറൊക്കെ കിട്ടും. തക്കാളിയൊക്കെ ചേർത്ത് സവാളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മുളക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെളുത്തുള്ളി കൂടുതലായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനൊരു 10 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 3 വലിയ സവാള എടുത്തിട്ടുണ്ട്. ഇത് കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ചെറിയ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുക. അപ്പോഴേക്കും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് അടിച്ചെടുക്കാം. ഇനി ദോശക്കുള്ള റാഗിയും ചെറുപയറും ഇവിടെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ചെറുപയർ ലേശമൊക്കെ ഒന്ന് മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കൂടി ആകുമ്പോൾ ഒന്നുകൂടെ നല്ലതാണല്ലോ. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഇത് ഒറ്റ പ്രാവശ്യം ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അരച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ മിക്സിയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട, കാരണം അരഞ്ഞു കിട്ടാൻ പ്രയാസമായിരിക്കും. നമുക്ക് അരച്ചെടുത്തതിന് ശേഷം ആ ഒരു ലൂസ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അരച്ചെടുത്ത മാവ് കുറച്ച് ഞാൻ ജാറിൽ തന്നെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 മുറി സവാള, അതുപോലെ തന്നെ ഒരു 4-5 ചെറിയുള്ളി, 1 കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂണ് ചെറിയ ജീരകം, ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ ഇത് അരച്ചെടുക്കാൻ ഒരു ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഈ മാവും അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. മാവിൽ സവാള, പച്ചമുളക്, ഇഞ്ചി, മല്ലിയില ഇതൊക്കെ ചേർത്ത് അരക്കണോണ്ട് തന്നെ ഈ മാവിനൊരു കട്ടിക്കൽ ടേസ്റ്റ് ആവുന്നും ഉണ്ടാവില്ല. റാഗി ചെറുപയറൊക്കെ നമ്മൾ ഇത് എന്താ പറയുക റെസ്റ്റ് ചെയ്യാതല്ലേ ദോശ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കട്ടിക്കൽ ടേസ്റ്റ് ഒന്നും
ഉണ്ടാവില്ല. നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കുമ്പോൾ തന്നെ ഈ ഒരു ദോശ. ഇനി നമുക്ക് ആ ഒരു ജാറിൽ തന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അങ്ങനെ ഒഴിച്ച് നോക്കുക, ദോശയുടെ ഒരു പരുവാണോ എന്ന് നോക്കിയിട്ട്. ഇപ്പോൾ ഇത് മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നേരത്തെ നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള സവാള ഒക്കെ ഉണ്ടല്ലോ, അതൊന്ന് ചൂടാറി കിട്ടിയിട്ടുണ്ട്. അതൊന്ന് അരച്ചെടുക്കാം. ഇതൊക്കെ വഴറ്റിയിട്ടുള്ളതിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് 1/4 കപ്പ് വെള്ളം ഇല്ല, അത്രയും ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ജാറിലേക്ക് ഒഴിച്ചിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് വേറൊരു ബൗളിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് വറവിട്ട് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊട്ടി വരുന്ന ടൈമിൽ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ തന്നെ ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മളെ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചട്നി ഓൾറെഡി നമ്മൾ വഴറ്റിയെടുത്തുകൊണ്ട് അത് പിന്നെ ചൂടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ചട്നിയും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. പാന് വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ദോശ എങ്ങനെയാണോ പരത്തി കൊടുക്കാറ് അതുപോലെ തന്നെ പരത്തിയിട്ട് ചുടുക. ഇനി നമുക്ക് ബട്ടർ തേച്ച് കൊടുക്കുക. ഈ ബട്ടറിന് പകരം ഗീയോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ ഗീ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബട്ടർ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഭാഗമായപ്പോൾ ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ 2 സൈഡും ഇത് മൊരിഞ്ഞിട്ടെടുക്കുക. നല്ലോണം മൊരിഞ്ഞിട്ടെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചുട്ടെടുക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ ചമ്മന്തി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. റാഗി ആണെങ്കിലും ചെറുപയറാണെങ്കിലും നമ്മളെ കുട്ടികൾ കഴിക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു ചെറുപയറിൻ്റെയും റാഗിൻ്റെ ഒന്നും ടേസ്റ്റ് അറിയില്ല. അതിൽ നമ്മൾ വേറെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടല്ല അരച്ചെടുത്തേക്കുന്നത്. അതുകൊണ്ട് അവരെന്തായാലും കഴിച്ചോളും. പിന്നെ കൊളസ്ട്രോൾ ഉള്ളവരും ഷുഗർ ഉള്ളവരും ഒക്കെ അവർക്കൊക്കെ കഴിക്കുക. കൊളസ്ട്രോൾ ഉള്ളവർക്കാണെങ്കിൽ തേങ്ങാപ്പാൽ ഇതിൽ നമ്മൾ ചേർക്കണില്ല. എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നൊരു രീതിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ ഒരു 3ാമത്തെ ദോശയും ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കൂടുതലൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെയല്ല ഇത് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇവിടെ നമ്മുടെ എല്ലാ ദോശയും ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ ഇനി കാണാം.